Okay, good morning. So, in the last few classes, we have introduced the concepts of space. Okay, especially space, linear vector space, then unitary space, Euclidean space, example, and finally the Hilbert space. Okay, so uh, when the scalar product is defined, it is a unitary space. Then if the unitary space is a complete space, then it is a Hilbert space. ഓക്കെ, സോ ഹിൽബർട്ട് സ്പേസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ പഠിക്കുന്ന ഫോർമലിസം ഹിൽബർട്ട് സ്പേസ് ഫോർമലിസം ആണ്. ഈ ഹിൽബർട്ട് സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിൽബർട്ട് സ്പേസ്, വാട്ട് ഈസ് ഹിൽബർട്ട് സ്പേസ് എന്ന് ചോദിച്ചാൽ നമ്മളത് അറിയണം. അതിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും, സ്കാലർ പ്രോഡക്റ്റിന് ഉണ്ടാവും. അതുപോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്. മാത്രമല്ല അത് കംപ്ലീറ്റ് ആണ്, ക്ലോസ്ഡ് സ്പേസ് ആണ്. കംപ്ലീറ്റ് ഓർ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എനി വെക്ടർ ക്യാൻ ബി റെപ്രസെന്റ് എനി, നിങ്ങളെ ആ ഹിൽബർട്ട് സ്പേസിൽ എന്ത് വെക്ടർ വരച്ചാലും അത് ആ ബേസിസിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല പിന്നെ ഏത് ഓപ്പറേഷൻസ് നടത്തിയാലും ആ റിസൾട്ടൊക്കെ അത് ആ സ്പേസിൽ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് സ്പേസ് കംപ്ലീറ്റ് ആവുക. ഈ സ്പേസിന്റെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പിന്നീട് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. സ്പേസ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസ് കംപ്ലീറ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. അത് അതിൻ്റെ ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ആ കംപ്ലീറ്റ്നെസ് ആണ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് പല കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ കംപ്ലീറ്റ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഫോർമലിസം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ ആക്ച്വലി ആദ്യത്തെ കൺസെപ്റ്റ് സ്പേസുകളുടെയാണ്. അപ്പം ഇനി എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ആക്ച്വലി ഒരു 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 ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലെ ഒക്കെയാണത്. ചിത്രകാരന് ചിത്രം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ല ഒരു ക്യാൻവാസ് വേണം. ക്യാൻവാസ് ഇല്ലാതെ അയാൾക്ക് എവിടെയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അയാൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സ്പേസ്. ഇനിയാണ് പെയിന്ററിന്റെ കയ്യിൽ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അയാളുടെ കയ്യിൽ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? അയാളുടെ കയ്യിൽ പെയിന്റുകൾ, പലതരം കളേഴ്സിലുള്ള പെയിന്റുകൾ ഉണ്ടാവും, ബ്രഷ് ഉണ്ടാവും, അല്ലേ? അങ്ങനെ പലതരം ഡിവൈസസ് ഒക്കെ ഈ പെയിന്ററിന്റെ കയ്യിലുണ്ടാവും. അപ്പോൾ പെയിന്റർ പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ട് ആണത് സ്പേസ്. നമ്മൾ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ത്? സ്പേസ്. ആ സ്പേസിൽ എൻ്റെ കുറേ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. ഇനി ആ സ്പേസിലേക്ക് ഓപ്പറേറ്റേഴ്സ് വരികയാണ്. പെയിന്റും ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ പല ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ബ്രഷും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ വരികയാണ്, ഓപ്പറേറ്റേഴ്സ് വരികയാണ്. നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായതും അങ്ങനെ തന്നെയാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. യൂണിവേഴ്സ് ഉണ്ടായത് സ്റ്റാർ ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലല്ലോ സ്പേസ് ഉണ്ടാവണേ. യൂണിവേഴ്സിൽ എങ്ങനെ ഉണ്ടാവണേ? സ്റ്റാറിന് ഉണ്ടാവണമെങ്കിൽ അത് സ്പേസിലാണ് ഉണ്ടാവുക. അപ്പോൾ സ്പേസ് ആണ് ആദ്യം വേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ ബിഗ് ബാങ് തിയറി അങ്ങനെയുള്ള എല്ലാം പ്രകാരം സ്പേസ് ഉണ്ടാവണം ആദ്യം. ആ സ്പേസ് ലാണ് പിന്നീട് സ്റ്റാർസ് ഉണ്ടാവണതും അതുപോലെ പ്ലാനറ്റ്സ് ഉണ്ടാവണതും നമ്മൾ ജീവിക്കണതും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ റോള്. സ്റ്റാർ എന്ന് പറഞ്ഞ വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഒരു ഓപ്പറേറ്റർ പോലെ എടുക്കാം, മനുഷ്യന്മാർ ഒരു ഓപ്പറേറ്റർ പോലെ എടുക്കാം. പക്ഷെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് സ്പേസ് ആണ്. ആക്ച്വലി സ്പേസ് ടൈമും ഉണ്ട്, പക്ഷെ ടൈം പിന്നീടാണ്, റിലേറ്റിവിസ്റ്റിക് വരുമ്പോഴാണ് ടൈമും കൂടെ
സ്പേസിൻ്റെ കൂടെ നമ്മൾ ഫ്യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരേ സംഭവം പോലെ ആക്കണത്. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ കയ്യിലുള്ളത് സ്പേസിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളായി. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. മിക്കവാറും നിങ്ങൾക്ക് എല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ജനറൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഇതിലേക്ക് വരരുത്. ആ ഐഡിയ മനസ്സിലുണ്ടാവുക, പക്ഷെ ജനറൽ സ്പേസ് എന്താണെന്നുള്ള ഡെഫിനിഷനിലേക്ക് വരണം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് നമ്മുടെ കയ്യിൽ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ ഇനി ഓപ്പറേറ്റേഴ്സ് വരികയാണ്. അതായത് ഇതിൽ അവരാണ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സാണ് അവർക്കാണ് ഓരോ റോളുകളൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ നമുക്കിപ്പോൾ ഒരു രണ്ട് വെക്ടേഴ്സ് ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഈ സ്പേസിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു വെക്ടർ. ഓക്കെ, ഇത് വേറെ ഒരു വെക്ടർ. ഓക്കെ, രണ്ട് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത് എയും ഇത് ബിയും. ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും. ഓക്കെ, ഇതൊക്കെ സ്പേസിലെ സംഭവങ്ങളാണ് അല്ലേ? സ്പേസിലെ കാര്യങ്ങളാണ് എന്ത്? വെക്ടേഴ്സ്, എലമെന്റ്സ് അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്പേസിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വെക്ടറിൽ നിന്ന് എയിൽ നിന്ന് നമുക്ക് ബി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് വെറുതെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ അല്ലേ? അങ്ങനെ ഈ എക്സാമ്പിൾ തന്നെ ഞാൻ അന്ന് പറഞ്ഞത്. ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൽ നിന്ന് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരെണ്ണത്തിന് മറ്റേതിൻ്റെ കോൺസ്റ്റന്റ് ടൈംസ് ഒന്നും എഴുതാൻ പറ്റൂല. പക്ഷെ നമുക്കൊരു മാട്രിക്സ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. വേറെ എന്തെങ്കിലും ഓപ്പറേറ്റർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെക്ടറിൽ നിന്ന് മറ്റേ വെക്ടറിലേക്ക് വേണമെങ്കിൽ ഒരു വെക്ടറിനെ മറ്റേ വെക്ടറാക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പം ഞാനിതിനെ സോറി, ഈ എ ബി എന്നുള്ള സാധാരണ ഓപ്പറേറ്റേഴ്സിനാണ് കൊടുക്കുക. അപ്പം ഞാൻ ഇത് കളഞ്ഞിട്ട് ഇതിനെ എക്സും വൈയും ആക്കാം. ഇത് എക്സ് ആയിക്കോട്ടെ, മറ്റേത് എക്സ് ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരെണ്ണം എക്സ് വെക്ടർ, മറ്റേത് വൈ വെക്ടർ. ഓക്കെ, സോ എൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, എൻ ഓപ്പറേറ്റർ ഈസ് എ റിലേഷൻഷിപ്പ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ചിലപ്പോൾ ജോമെട്രിക്കൽ റിലേഷൻ ആവാം, വേറെ എന്തെങ്കിലും ടൈപ്പ് റിലേഷൻ ആവാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ ഇതൊരു രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണെങ്കിൽ, ഒറിജിനലൊക്കെ സെയിം ആണെങ്കിൽ ഒരു റൊട്ടേഷൻ പോലെ അത് വേണമെങ്കിൽ വിചാരിക്കാം. വൈനെ റൊട്ടേറ്റ് ചെയ്താൽ എക്സ് കിട്ടുന്നോ, അല്ലെങ്കിൽ എക്സിനെ റൊട്ടേറ്റ് ചെയ്താൽ വൈ കിട്ടുന്നോ ഒക്കെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എൻ ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബേസിക്കലി ആര് വേണം? സ്പേസ് വേണം. സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് നിലത്ത് നിന്നിട്ട് വേണ്ട ഇങ്ങനെ ഇടിക്കാൻ, കാല് പൊക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇടിക്കുമ്പോഴേ എവിടെയെങ്കിലും നമുക്ക് നിന്നാലല്ലേ എന്തെങ്കിലും ഒരു ഗ്രിപ്പ് വേണ്ടേ നമുക്ക്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ സ്പേസ് വേണം. അപ്പൊ ഓപ്പറേറ്റർ വേണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണ്. സോ എൻ ഓപ്പറേറ്റർ ഇൻ എ ലീനിയർ വെക്ടർ സ്പേസ് defines a relationship between two vectors in the linear vector space.
അപ്പോൾ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഓപ്പറേറ്റർ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്കലി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. y ഈക്വൽ ടു y വെക്ടർ ഈക്വൽ ടു എ എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ എ ഓപ്പറേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ എയുടെ തലയിൽ നമ്മൾ ഹാറ്റ് വെച്ച് കൊടുക്കും, തൊപ്പി. ഇത് സാധാരണ നിങ്ങളിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ IJK ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇവിടെ പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇനി ഉപയോഗിക്കണം, ശ്രദ്ധിക്കുക. ഓപ്പറേറ്ററുടെ തലയിലാണ് നമ്മൾ ഈ യൂണിറ്റ് ക്യാപ്പ് വെച്ച് കൊടുക്കുക, ഹാറ്റ്. ഓക്കെ, കാരണം അവനൊരു കിങ് പോലെയാണ്. കാരണം അവനാണ് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എ ആയതുകൊണ്ട്, ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട്, ഓപ്പറേറ്റേഴ്സ് ഒരു കിങ്ങിന്റെ റോളാണ്. അതുകൊണ്ട് നമുക്ക് എയുടെ തലയിൽ ഒരു കിരീടം, തൊപ്പി വെച്ച് കൊടുക്കാം. അപ്പൊ എല്ലാ ഓപ്പറേറ്റേഴ്സിന്റെയും തലയിൽ അത് കമ്പൽസറി ആയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ എക്സിന്റെ മുകളിൽ നമ്മൾ വെക്ടർ സിമ്പിൾ എഴുതും. അതിപ്പോ എഴുതിയില്ലെങ്കിലും എഴുതണം, ശരിക്കും പറഞ്ഞ് എഴുതണം. അല്ലെങ്കിൽ എക്സ് ബോൾഡായിട്ട് പ്രിന്റ്, ബുക്കുകളിലൊക്കെ ആണെങ്കിൽ എക്സ് ബോൾഡായിട്ട് പ്രിന്റ് ചെയ്യുള്ളൂ, തലയിൽ ഇങ്ങനെ വെക്ടർ സിമ്പിൾ എഴുതില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ. പക്ഷെ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്തായാലും ഈ ക്യാപ്പ് ഉണ്ടാവും തലയിൽ. സോ ഇത് കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. എന്താണ് റിലേഷൻഷിപ്പ്? അതായത് എക്സ് എന്ന് പറയുന്ന വെക്ടറിനെ എ കൊണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വൈ എന്നർത്ഥം. ഇവിടെ ഇപ്പോഴത്തെ കേസിൽ എക്സും വൈയും തമ്മിൽ വെറും ഒരു റൊട്ടേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആണെങ്കിൽ, അതുപോലെ രണ്ടും ഒരേ ഒറിജിനിലാണെന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു രണ്ടിൻ്റെ ടൈൽസ് തമ്മിൽ കൂട്ടിമുട്ടാണെങ്കിൽ, രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ, ഡയറക്ഷൻ മാത്രം വ്യത്യാസമുള്ളതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് സിംപ്ലി എ റൊട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെക്ടറിന് റൊട്ടേഷൻ ഓപ്പറേഷൻ, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ വേ വി ഡിഫൈൻ ഓപ്പറേറ്റേഴ്സ്. കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായോ? An operator Yes, sir. in a linear vector space is a relationship between two vectors. ആ റിലേഷൻഷിപ്പ് പലതരം ആവാം, ജോമെട്രിക്കൽ ആവാം, അല്ലെങ്കിൽ വേറെ പിന്നീട് നമുക്ക് വരുന്ന പലതരം റിലേഷൻ ആവാം. അത് അതിനൊരുപാട് സാധ്യതകളുണ്ട് ഓപ്പറേറ്ററിന്. എന്തൊക്കെ ഓപ്പറേഷൻസ് പോസിബിൾ എന്നൊക്കെ നമുക്ക് ഇനി ഗ്രാജുവൽ ആയിട്ട് ഇനി വരും. ഓക്കെ, so an example is y equal to a operator acting on x. ഇനി നമുക്ക് അപ്പൊ ഇതിന്റെ മീനിങ് ഇതാണ്. when operator a acting on x you will get the result is y. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഓപ്പറേറ്ററിന്റെ ചില പ്രത്യേകതകൾ പറയാം. അപ്പൊ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് വേണം. പിന്നെ ആ സ്പേസിൽ ഇതുപോലെ കുറെ വെക്ടേഴ്സ് വേണം, അല്ലേ? സോ an operator has some existence only if with respect to some vectors. ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ്, എക്സ് മാത്രമല്ല കുറെ വെക്ടേഴ്സ് ഉണ്ടാവാം. ലീനിയർ വെക്ടർ സ്പേസിൽ കുറെ വെക്ടേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ലീനിയർ വെക്ടർ സ്പേസിൽ നിങ്ങൾക്ക് കുറെ വെക്ടേഴ്സ് വരയ്ക്കാൻ പറ്റും. ഈ എക്ക് ഏതൊക്കെ വെക്ടേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ആ വെക്ടേഴ്സിന്റെ സെറ്റിനെ പറയുന്ന പേരാണ് ഡൊമൈൻ ഓഫ് എ. ഡൊമൈൻ ഓഫ് എ, ഡൊമൈൻ ഓഫ് ഓപ്പറേറ്റർ. ഡൊമൈൻ ഓഫ് ഓപ്പറേറ്റർ ഞാനിവിടെ എന്ന് എടുക്കാം. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. ഒരു സെറ്റ് ആണ്. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഓൺ വിച്ച് എ ക്യാൻ ആക്ട്. എക്ക് ചിലപ്പോൾ എല്ലാത്തിലും ആക്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. എക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സിന്റെ ഒരു സെറ്റിനെയാണ് എയുടെ ഡൊമൈൻ എന്ന് പറയാം. അതുപോലെ ബി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ബിക്കും ചിലപ്പോൾ ഒരു ഡൊമൈൻ ഉണ്ടാവാം.
ചിലപ്പോൾ സെയിം ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം, അതൊക്കെ ഡിപ്പെൻസ്. എന്തായാലും ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഓൺ വിച്ച് എ ക്യാൻ ആക്ട് ഈസ് നോൺ ആസ് ഡൊമൈൻ ഓഫ് എ. ഓക്കെ, അടുത്തത് റേഞ്ച് ഓഫ് എ. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? റേഞ്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ എ ആക്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ ഉണ്ടല്ലോ, എ എക്സിനെ ആക്ട് ചെയ്യുമ്പോൾ വൈ കിട്ടും, വേറെ ഒരെണ്ണത്തിന് ആക്ട് ചെയ്യുമ്പോൾ വേറൊരു വെക്ടറിനെ ആക്ട് ചെയ്യുമ്പോൾ വേറെ ഒരെണ്ണം കിട്ടും. അങ്ങനെ ആ റിസൾട്ടുകളുടെ സെറ്റിനെയാണ് റേഞ്ച് ഓഫ് എ എന്ന് പറയാം. അപ്പൊ ഈ ടേമുകളൊക്കെ പഠിച്ചിരിക്കുക. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിയണത് ഇവിടെയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സ് ഉണ്ടാവും, വേറെ ഉണ്ടാവും, ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എക്സ്. ഇനി റേഞ്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ എ ആക്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടുകളെയാണ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, റിസൾട്ട്സിന്റെ സെറ്റിന്, അതായത് നമ്മുടെ റിസൾട്ട് എന്ന് ഒക്കെ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല, എന്നാലും അങ്ങനെ പറയാം. വൈകളുടെ സെറ്റിനെയാണ്, വൈ ആണ് ഇവിടെ റിസൾട്ട്. ഓക്കെ, ആ വൈകളുടെ സെറ്റിനെയാണ് റേഞ്ച് ഓഫ് എ എന്ന് പറയാം. അപ്പൊ ഡൊമൈനും ഒരു ഓപ്പറേറ്റർക്ക് ഡൊമൈൻ ഉണ്ടാവും, അതുപോലെ റേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ, പ്യുവർ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് കുറേ നേരത്തേക്ക്. ക്വാണ്ടം മെക്കാനിക്സ് കുറേ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതെല്ലാം മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ ഏത് മാത്തമാറ്റിക്സ് PG സ്റ്റുഡൻസിനോടും ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സെറ്റ് പഠിക്കുമ്പോൾ തന്നെ സെറ്റിലൊക്കെ ഇങ്ങനെ പഠിക്കും, ഡൊമൈൻ, റേഞ്ച് എന്നൊക്കെ പഠിക്കും. അവർക്കത് മുഴുവൻ എന്തിനാന്ന് മനസ്സിലാവില്ല. നമ്മളാണ് ഇപ്പൊ അത് എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളാണ് ഇപ്പൊ ഈ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഇനി അടുത്ത കാര്യം, രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ് x1 ആൻഡ് x2 രണ്ട് വെക്ടേഴ്സ്. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ അങ്ങനെ പറയാം, x1 x2 എക്സിട്രയുടെ സെറ്റ്, y1 y2 y2 എന്റെ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നൗ കൺസിഡർ two vectors x1 and x2 in the domain of A. ഓക്കെ, ഇത് രണ്ടുപേരും എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ ഡൊമൈനിലുള്ള വെക്ടേഴ്സ് ആണ്. അപ്പൊ എക്ക് ഇതിൽ x1 ആക്ട് ചെയ്യാം, x2 ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവരൊക്കെ ഒരേ സ്പേസിൽ തന്നെയാണ് എല്ലാവരും. x1 അതേ സ്പേസിൽ തന്നെയാണ്, അതേ സ്പേസിൽ തന്നെയാണ് x2. അപ്പൊ ഇനി എ ഇതിൽ ആക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എ എങ്ങനെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ x1 x2ന്റെ ഒരു ലീനിയർ കോമ്പിനേഷനിലാണ് ഇത് ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് വെറുതെ x1 പിന്നെ പ്ലസ് x2 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതിൽ പകരം നമുക്കൊരു ജനറൽ ഫോം കൊടുക്കാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൂടി ഇടാം. അപ്പൊ c1 x1 c2 x2. ഓക്കെ, സോ എ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക. സോ x1 x2 എയുടെ ഡൊമൈനിലാണ്. നൗ ഇഫ് എ ആക്ട്സ് ഓൺ c1 x1 പ്ലസ് c2 x2, ഈ വെക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്യുക, ലീനിയർ കോമ്പിനേഷൻ എടുക്കുക എന്നൊക്കെ നമുക്ക് ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ എ ആക്ട് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷനും എയുടെ ഡൊമൈനിൽ തന്നെ ആയിരിക്കണം. അതായത് x1 x2 അങ്ങനെ ആയിരിക്കും, നോർമലി അങ്ങനെ ആയിരിക്കും. കാരണം ഞങ്ങൾക്കറിയാം സ്പേസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ x1 × c കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ
അതും ഈ സ്പേസിൽ തന്നെയായിരിക്കും. അതുപോലെ x2 ഇൻറ്റു c2 എടുത്താൽ അതും ഈ സ്പേസിൽ തന്നെയായിരിക്കും. അതിൻ്റെ അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ, സം എടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ സ്പേസിൽ തന്നെയായിരിക്കും. കാരണം എന്താ, സ്പേസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുക, അത് ലീനിയർ വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടി തന്നെ വരുന്നതാണ്. സോ അപ്പോൾ എക്ക് ഈ കോമ്പിനേഷനിൽ ആക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? ഈ എഴുതിയിട്ടുള്ളതും എയുടെ ഡൊമൈനിൽ തന്നെയായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കും നോർമലി. സോ ഇഫ് x1 and x2 are in the domain of A, then c1 x1 plus c2 x2 are also in the domain of A. Okay, then only A can act on this combination. So this is also in the domain of A. So initial condition ഇത് രണ്ടും ഡൊമൈൻ ഓഫ് എയിലാണ്. ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ? ലീനിയർ ഓപ്പറേറ്റർ, അതുപോലെ നോൺ ലീനിയർ ഓപ്പറേറ്റർ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഓപ്പറേറ്റർ. എപ്പോഴാണ് ഒരു ഓപ്പറേറ്ററിന് ലീനിയർ എന്ന് പറയാം? ഓക്കെ, അപ്പോൾ എപ്പോൾ ഒരു ഓപ്പറേറ്റർ എ ആക്ട് ചെയ്യാണ്, എനെ എപ്പോഴാണ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാം? സപ്പോസ് എ ഈസ് ആക്ടിങ് ഓൺ x1, പക്ഷെ x1ൻ്റെ തൊട്ട് മുമ്പ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, c1 ഉണ്ടെന്ന് വിചാരിക്കുക, c എന്നിട്ടാലും മതി. സോ എ ഈസ് ആക്ടിങ് ഓൺ ദിസ് കോമ്പിനേഷൻ. സോ ആസ് എ റിസൾട്ട്, ഇഫ് യു ക്യാൻ റൈറ്റ് c1 നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ പുറത്തേക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ c1 ആക്ടിങ് ഓൺ ax1, ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ x1 ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ സിമ്പിളായിട്ട് പറയണ, ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ പോലെയാണ്, ഇതുപോലെ തന്നെയാണ് എപ്പോഴും പറയാം. ഞാനത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് പറയണേ. സോ എ ആക്ടിങ് ഓൺ എ കോൺസ്റ്റന്റ് ഇൻറ്റു വെക്ടർ, if that can be written as constant into a acting on the vector, ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ a is a linear operator. അടുത്തത് നോൺ ലീനിയർ ഓർ ആന്റി ലീനിയർ ഓപ്പറേറ്റർ. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യത്യാസം ഒന്നുകൂടെ മനസ്സിലാവും. നോൺ ലീനിയർ ഓർ ആന്റി ലീനിയർ ഓപ്പറേറ്റർ. ആന്റി ലീനിയർ എന്ന് പറഞ്ഞാലും മതി, ആന്റി ലീനിയർ. സോ വെൻ എ, ഇതേപോലെ തന്നെ എ ഈസ് ആക്ടിങ് ഓൺ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, c1 x1 എന്ന് വേണമെങ്കിൽ എഴുതാട്ടോ, കുഴപ്പമില്ല. c1 x1 ഈക്വൽ ടു, ഈ c1നെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ടി വരികയാണെങ്കിൽ, c1 സ്റ്റാർ കോംപ്ലക്സ് കോൺജുഗേറ്റ് പുറത്തേക്ക് എടുക്കേണ്ടി വരികയാണെങ്കിൽ, ഇങ്ങനെ എടുത്തിട്ട് പിന്നെ എ ആക്ടിങ് ഓൺ x1 ആണെങ്കിൽ, then A is a anti-linear operator. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് നമ്മുടെ സ്കാലർ പ്രോഡക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കണക്ഷൻ പോലെ ഉണ്ട്, പ്രീ ഫാക്ടറും പോസ്റ്റ് ഫാക്ടറും പോലെ. ഞാൻ പ്രീ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുമ്പോൾ കോൺജുഗേറ്റ് പുറത്തേക്ക് എടുക്കണമെന്നും, പോസ്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രീ ഫാക്ടർ പോസ്റ്റ് ഫാക്ടർ അങ്ങനത്തെ റിലേഷനെ പറഞ്ഞിരുന്നത് ഓർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ലീനിയർ ആന്റി ലീനിയർ. ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് എ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ, ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ എ ഈസ് എ ആന്റി ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഈ രണ്ട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് ഡീൽ ചെയ്യേണ്ടി വരിക. പിന്നെ ഇതിൻ്റെ തന്നെ പല വകഭേദങ്ങളുണ്ട് കേട്ടോ, അത് ഇനി വരും നമുക്ക്. നോർമലി ഈ ആന്റി ലീനിയർ ഓപ്പറേറ്റർ ഇപ്പൊ നമ്മളൊന്നും തൽക്കാലം ഈ സെമസ്റ്ററിൽ നമുക്ക് ഇതിങ്ങനെ കാര്യമായിട്ട് ഈ ടൈപ്പ് ഓപ്പറേറ്റർ വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രത്യേകമായിട്ട് പറയും, ആന്റി ലീനിയർ ഓപ്പറേറ്റർ കേട്ടാ. അപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ സെമ്മിൽ മൊത്തം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഈ പ്രോപ്പർട്ടി ഉള്ള ഓപ്പറേറ്റർ ആണ് ലീനിയർ ഓപ്പറേറ്റർ.
ഓക്കെ. തൽക്കാലം ആന്റി ലീനിയർ ഓപ്പറേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ അറിയണ്ട. ഇപ്പോൾ അത് ടൈമിന്റെ കാര്യമൊക്കെ വരുമ്പോഴാണ് സാധാരണ ആന്റി ലീനിയർ ഓപ്പറേഷൻ ടൈമിന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്നിട്ട് പ്രത്യേകത ടൈമിനെയൊക്കെ ഒരു ഓപ്പറേറ്റർ ആക്കുമ്പോഴാണ് ചെറിയ പ്രശ്നം വരിക. കാരണം ടൈമിൽ ഒരിക്കലും നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെ? പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ടൈം എപ്പോഴും ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സ്പേസും കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് പ്ലസും മൈനസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ടൈമിന് ഒരിക്കലും നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റൂല. മൈനസ് ടൈം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. അത് ഒരു സംഭവം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്കത് -t കൊടുത്തിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റൂല ആ സംഭവത്തിന്. അതുകൊണ്ട് തന്നെ ടൈമിന്റെ കേസിൽ ആ ഒരു പ്രോപ്പർട്ടി ഈ ആന്റി ലീനിയർ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അത് വരുന്നത്, ടൈം ഓപ്പറേറ്റർ. ഓക്കെ. ഇനി ഞാൻ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഓടിച്ച് പറയാണ്. ഇതിനൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. മാത്തമാറ്റിക്സ് ആരൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഡിസ്കസ് ചെയ്തോളൂ. PG പഠിക്കുന്ന MSc മാത്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ ഇത് ഡിസ്കസ് ചെയ്യാം. അവരിത് പഠിക്കുന്നുണ്ടാവും. അവർക്ക് പക്ഷേ ഇത് എന്തിനാ അവർ എവിടെയത് ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ ഇതൊക്കെ പഠിക്കുന്നുണ്ടാവും. അവരിങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും കാര്യങ്ങൾ. ഇനി വാട്ട് ഈസ് എ നൾ ഓപ്പറേറ്റർ? ഒരു ഓപ്പറേറ്റർ എപ്പോഴാണ് സീറോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ നൾ ഓപ്പറേറ്റർ ആവുക? നൾ ഓപ്പറേറ്റർ. ഓക്കെ, ഒരു മിനിറ്റ്. Okay, so an operator is said to be a null operator or a zero operator. എപ്പോഴാന്ന് വെച്ചാൽ സീറോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ നൾ ഓപ്പറേറ്റർ. ഇപ്പൊ സീറോ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ എക്സ്, if you get 0, result is 0, this is a null operator. ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് എല്ലാം വാനിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ നൾ ഓപ്പറേറ്റർ. ഇനി അതുപോലെ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യണു, നിങ്ങൾക്ക് റിസൾട്ട് സെയിം തന്നെ കിട്ടണു എങ്കിൽ ദിസ് ഈസ് എ യൂണിറ്റ് ഓപ്പറേറ്റർ ഓർ ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഓക്കെ. ഇനി എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുക? സോറി, വെക്ടേഴ്സ് അല്ല, ഓപ്പറേറ്റേഴ്സ്. എപ്പോഴാണ് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ആവുക? ഈക്വാലിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ എ ഓപ്പറേറ്റർ, ബി ഓപ്പറേറ്റർ, ഇവർ രണ്ടുപേരും ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? ആദ്യം വേണ്ടത് ഈ രണ്ടുപേരുടെയും ഡൊമൈൻ സെയിം ആവണം. ഡൊമൈൻ എന്താന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന വെക്ടേഴ്സിന്റെ സെറ്റാണ് ഡൊമൈൻ. അപ്പൊ ആ ഡൊമൈൻ സെയിം ആണെങ്കിലാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫോർ എവരി ഇനി ഈ ഡൊമൈനിലുള്ള ഏത് വെക്ടറിനും എ ഓപ്പറേറ്റ് ചെയ്താലും ബി ഓപ്പറേറ്റ് ചെയ്താലും സെയിം ഉത്തരമായിരിക്കണം. എ ആക്ടിങ് ഓൺ എക്സ് ഈക്വൽ ടു ബി ആക്ടിങ് ഓൺ എക്സ്. ഇങ്ങനെയാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും എയും ബിയും സെയിം ഈക്വൽ ഓപ്പറേറ്റേഴ്സ് ആണ്, സെയിം ഓപ്പറേറ്റർ ആണെന്ന് പറയും. അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡൊമൈനിലുള്ള ഏത് വെക്ടറും ആവാം. എക്സ് ഈസ് ദ എനി വെക്ടർ ഇൻ ദ ഡൊമൈൻ ഓഫ് കോമൺ ഡൊമൈൻ ഓഫ് എ ആൻഡ് ബി. കോമൺ ഡൊമൈൻ ആണ്, കാരണം അവർ രണ്ടുപേരും ഒരേ ഡൊമൈൻ ആവണം രണ്ടുപേർക്കും. അടുത്തത് സമ്മേഷൻ. രണ്ട് ഓപ്പറേറ്റേഴ്സിന് സം ചെയ്യാൻ പറ്റും. ഇപ്പൊ എയും ബിയും കൂടെ ആഡ് ചെയ്താൽ സി കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്പോഴാണ് സമ്മേഷൻ ആവുക? ദിസ് ഈസ് നോൺ ആസ് സമ്മേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്.
എപ്പോഴാവാന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് ട്രൂ ഇത് എപ്പോഴാണ് വെൻ ടു എ ആൻഡ് ബി ഓർ സി വെൻ സി ഈസ് സെറ്റ് ടു ബി ദ സം ഓഫ് എ ആൻഡ് ബി. അതായത് ഈ റിലേഷൻ ട്രൂ ആണെങ്കിൽ സി ആക്ടിങ് ഓൺ എക്സ് ഈക്വൽ ടു എ ആക്ടിങ് ഓൺ എക്സ് പ്ലസ് ബി ആക്ടിങ് ഓൺ എക്സ് ആണെങ്കിൽ, സോറി ഇത് ഓപ്പറേറ്റർ ആണ്, ഇങ്ങനെ ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഈസ് ഈക്വലൻ ടു സി ഓപ്പറേറ്റർ എന്ന് പറയും. ഇതിനെ സമ്മേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്രോഡക്റ്റ് നമുക്ക് സിനെ വേണമെങ്കിൽ എ ബിയുടെ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. ഇതെപ്പോഴാണ് ഇത് ട്രൂ ആവാന്നുണ്ടെങ്കിൽ വെൻ സി ആക്ടിങ് ഓൺ എക്സ് ഈക്വൽ ടു എ ബി ആക്ടിങ് ഓൺ എക്സ്. ഓക്കെ, ഈ റിലേഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം, സി എന്ന് പറഞ്ഞാൽ എ ബിയുടെ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, അതുപോലെ സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇങ്ങനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റും ബി എ എന്ന് പറയുന്ന പ്രോഡക്റ്റും സെയിം ആവണമെന്നില്ല. ജനറലി ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ഈ ഈക്വാലിറ്റീനെ വെട്ടാം. എപ്പോഴാണ് ജനറലി ദിസ് പ്രോഡക്ട്സ് ഓഫ് ടു വെക്ടേഴ്സ് എ ബി ആൻഡ് ബി എ ആർ നോട്ട് ഈക്വൽ. ചിലപ്പോൾ അത് ഈക്വൽ ആവും, എ ബി ഈക്വൽ ടു ബി ആവും ചില സമയത്ത്, ചില കേസിൽ മാത്രം. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മൾ ഈ എയും ബിനെ നമ്മൾ പ്രത്യേക പേര് വിളിക്കും. എയും ബിയും നമ്മൾ പറയും കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് അവർ ഫ്രണ്ട്സ് പോലെയാണ്. ജസ്റ്റ് അവരുടെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യാൻ അങ്ങോട്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്, എയുടെ പൊസിഷൻ ബിയുടെ രണ്ടുപേർക്ക് രണ്ട് റോളാണല്ലോ. അവർ ആ രണ്ട് ആദ്യം ആര് ആക്ട് ചെയ്യുന്നു എന്നാണ് ഇതിൽ വരണത്. അപ്പൊ ആ റോളുകൾ തമ്മിൽ അവർ ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടാന്നർത്ഥം. അപ്പൊ ഇത് ട്രൂ അല്ലാത്ത കേസിൽ നമ്മൾ ഈ കേസിൽ ആദ്യത്തെ കേസിൽ എന്ത് പറയും, എയും ബിയും നോൺ കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറയും. അവര് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് പോലെയല്ല. അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എ ബി എക്സ് ഈക്വൽ ടു ബി എക്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ്. ഇതിപ്പോ ഞാനിവിടെ താഴെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ഈ രണ്ടാമത് പറഞ്ഞതിന്റെ മീനിങ് ഇതാണ്, എ ബി ആക്ടിങ് ഓൺ എക്സ് ഈക്വൽ ടു ബി എ ആക്ടിങ് ഓൺ എക്സ്. അല്ല, ഇവര് നമുക്ക് വെറുതെ ഇങ്ങനെ ആൾജിബ്ര പറയാമെങ്കിലും ഈ ഓപ്പറേറ്റേഴ്സിന് മീനിങ് വരുന്നത് ഇങ്ങനെ വെക്ടേഴ്സും ആക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് വെക്ടേഴ്സും ആക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ എ ബി ഉണ്ട്, ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ റിലേഷൻ. ഇതിന്റെ ആക്ഷൻ വരെ ഇങ്ങനെയാണ്, എ ബി ആക്ടിങ് ഓൺ എക്സ് ഈക്വൽ ടു ബി ആക്ടിങ് ഓൺ എക്സ്. അത് ട്രൂ ആണെങ്കിലാണ് നമ്മൾ എ ആൻഡ് ബി കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇതിലൂടെ എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ ലെഫ്റ്റിൽ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം ബി ആക്ട് ചെയ്തു എക്സ്, എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടും അല്ലെ, ആ റിസൾട്ടുമ്മ പിന്നെ എ ആക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഇവിടെ ചെയ്യുന്ന നേരെ തിരിച്ചാ, എ ആദ്യം ആക്ട് ചെയ്യും എക്സുമ്മ, അപ്പൊ ചിലപ്പോൾ വേറെ എന്തെങ്കിലും റിസൾട്ട് ആയിരിക്കും കിട്ടുക, എന്നിട്ട് അതുമ്മ ബി ആക്ട് ചെയ്യും, അപ്പൊ റിസൾട്ട് വീണ്ടും സെയിം ആയി. മനസ്സിലായില്ല? അപ്പൊ ഇതൊരു ചെറിയ സംഭവം അല്ല അത്, കാരണം ഓപ്പറേറ്റേഴ്സ് എയും ബിയും ഡിഫറെന്റ് ആണ്, സെയിം അല്ല. അപ്പൊ ആദ്യം ബി ആക്ട് ചെയ്തു പിന്നെ എ ആക്ട് ചെയ്തു, ഇവിടെ ആദ്യം എ ആക്ട് ചെയ്തു പിന്നെ ബി ആക്ട് ചെയ്തു. അപ്പോൾ ഒരേ റിസൾട്ട് ആണെങ്കിലാണ് നമ്മൾ എയും ബിയും കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അത് അത്ര വലിയ
സംഭവമല്ല. പക്ഷെ ഈ നോൺ കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. Actually, the entire quantum mechanics is depending upon this non-commuting algebra of operators. ഈ നോൺ കമ്മ്യൂട്ടിംഗ് ആൾജബ്രയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ നിങ്ങൾക്കറിയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവിടെയൊക്കെ വരുന്നത് ഈ നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആണ്. അവർ തമ്മിലാണ് അൺസർട്ടനിറ്റി ഉള്ളത്. മറ്റേ ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് തമ്മിൽ ഒരു കുഴപ്പമില്ല. നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് വരുമ്പോഴാണ് അൺസർട്ടനിറ്റി വരുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ റോള് വരുന്നത്. കാരണം പൊസിഷൻ മൊമെന്റം അത് ഒരു എന്താ പറയുക, നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്ററാണ്, സെറ്റാണ് പൊസിഷൻ മൊമെന്റം. നിങ്ങൾ ആദ്യം പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കി, പിന്നീട് മൊമെന്റം കണ്ടുപിടിക്കുക. അതുപോലെ ആദ്യം മൊമെന്റം എക്സാക്ട് ആക്കാൻ നോക്കി, കണ്ടുപിടിക്കാൻ നോക്കി, പിന്നെ പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് റിസൾട്ട് ആയിരിക്കും കിട്ടുക.